ശബരിമല തീർത്ഥാടന കാലത്തെ റോഡ് സുരക്ഷ മുൻനിർത്തി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സേഫ് സോൺ പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിൽ പീരുമേട് കുട്ടിക്കാനം കേന്ദ്രമാക്കിയാണ് സേഫ് സോൺ പ്രവർത്തിക്കുന്നത്. ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന പ്രദേശത്തെ റോഡുകളെ 6 ആയി തിരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുട്ടിക്കാനം മുണ്ടക്കയം, കുട്ടിക്കാനം വണ്ടിപ്പെരിയാർ, കുട്ടിക്കാനം മാട്ടുകെട്ട, കുമളി സത്രം, വണ്ടിപ്പെരിയാർ സത്രം, മാട്ടുകെട്ട, കമ്പമെട്ട് എന്നിങ്ങനെയാണ് പാതകൾ തരംതിരിച്ചിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സേഫ് സോൺ പദ്ധതി വഴി റോഡ് സുരക്ഷ ഉറപ്പാക്കാനും തീർത്ഥാടകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 24 മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ 6 വാഹനങ്ങളിലായി വിവിധ റോഡുകളിൽ റോന്തു ചുറ്റും. മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖകൾ, വാഹനങ്ങളിൽ പതിപ്പിക്കുന്ന സ്റ്റിക്കറുകൾ തുടങ്ങിയവ വിതരണം ചെയ്യും. മുഴുവൻ സമയവും സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇതിലൂടെ തീർത്ഥാടകർക്ക് കൈമാറും. റോഡിൽ തകരാറിലാകുന്ന വാഹനങ്ങൾക്കായി മൊബൈൽ വർക്ക്ഷോപ്പും ക്രെയിൻ സംവിധാനവും ഒരുക്കും. അപകടത്തിൽപ്പെടുന്നവരെ ആശുപത്രികളിൽ എത്തിക്കാൻ ആംബുലൻസ് സൗകര്യവും പദ്ധതിയുടെ ഭാഗമായി സജ്ജമാണ്. റോഡ് പരിചയമില്ലാതെ എത്തുന്ന ഇതര സംസ്ഥാന ഡ്രൈവർമാർക്ക് റോഡിലെ കൊടും വളവുകളും കയറ്റിറക്കങ്ങളും നിറഞ്ഞ റോഡിനെ കുറിച്ച് മുന്നറിയിപ്പുകളും നൽകും. കുട്ടിക്കാനത്തിന് പുറമെ എരുമേലി, ഇലവുങ്കൽ എന്നിവിടങ്ങളിലും സേഫ് സോൺ സേവനമുണ്ട്. എന്നാൽ ശബരിമല സീസൺ ആരംഭിച്ചതിന് ശേഷം തീർത്ഥാടകരുടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടതോടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്ന മുണ്ടക്കയം മുതൽ കുട്ടിക്കാനം വരെയുള്ള പാതയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കുകയും രാത്രി സമയങ്ങളിൽ കടന്നുവരുന്ന അയ്യപ്പ ഭക്തരുടെ വലിയ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വാഹന ഡ്രൈവർമാർക്ക് റോഡിന്റെ സാഹചര്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നതിനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗുരുസ്വാമിയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. 23 കിലോമീറ്റർ ഇറക്കമാണ്, ഉത്തിറക്കമാണ്, ഷാർപ്പായിട്ടുള്ള ടേണിംഗ് ആണ്, കർവുകളാണുള്ളത്. അതുകൊണ്ട് വാഹനം ലോ ഗിയറിലേ ഇറക്കാവും. യാതൊരു കാരണവശാലും 4th or 5th ഗിയർ ഇടാനാണ് അനുവദിക്കരുത്. മാത്രമല്ല, ചെറിയൊരു കാറിനെ സൗകര്യപൂർവ്വം ഓവർടേക്ക് ചെയ്യാം. പക്ഷേ ഇതിന് തുല്യമായോ ഇതിലും വലുതായ ഒരു വാഹനത്തെ യാതൊരു കാരണവശാലും 23 കിലോമീറ്റർ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി ഗുരുസ്വാമിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്വാമിയുടെ ഉത്തരവാദിത്തത്തിൽ ഈ 23 കിലോമീറ്റർ ഈ വാഹനം ഇറക്കണം എന്ന് പറയാറുണ്ട്. ഇന്നലെ അത് ഞാൻ 1-2 വാഹനത്തിലൂടെ പറഞ്ഞപ്പോൾ ഗുരുസ്വാമി ഫ്രണ്ട് സീറ്റിലേക്ക് മാറിയിരുന്നു, ഡ്രൈവറുടെ തൊട്ടപ്പുറത്തെ സീറ്റിലേക്ക് ഗുരുസ്വാമി മാറിയിരുന്നു. അപ്പോൾ അപകടത്തിൻ്റെ വ്യാപ്തി എന്താണെന്നും അതിൻ്റെ ആഘാതം എന്താണെന്നും അയ്യപ്പന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ആകുമ്പോൾ ഈ താഴെ വരെ എത്തുന്ന അത്രയും വഴി അയ്യപ്പന്മാർ ഈ ഡ്രൈവറെ പുറത്തൊരു കൺട്രോൾ ചെയ്യും. അങ്ങനെ ഇന്നലെ വൈകിട്ട് ഒരു 8 മണി മുതൽ വെളുപ്പിന് 3 മണി വരെ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് വെളുപ്പിനെ വരെ ഒരപകടങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ശുഭാപ്തി വിശ്വാസം നമുക്ക് നൽകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പകൽ കൂടി ചെയ്യാനാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ വലിയ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വാഹന ഡ്രൈവർമാർക്ക് റോഡിന്റെ സാഹചര്യം സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നതിനുമാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കുട്ടിക്കാനം സേഫ് സോണിന്റെ ചാർജുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനുമോൻ VS പറഞ്ഞു. അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് റോഡിന്റെ പരിചയക്കുറവാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിനൊരു കാരണമായി പറയുന്നത്. ചെറിയ ചേസുള്ള വാഹനങ്ങളിൽ പരിവർത്തനം നടത്തുന്നതാണ് കൊടും വളവുകളും കുത്തിറക്കങ്ങളും ഉള്ള പാതയിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള മറ്റൊരു കാരണം.